ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് വാച്ച് ഉണ്ട്. HW33 പ്ലസും അതുപോലെ തന്നെ HW22 പ്ലസും. അപ്പോൾ ഈ രണ്ട് മോഡൽ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മാക്സിമം മറ്റുള്ളവർ കൂടി ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഡിവൈസും വന്നിട്ടുള്ളത് രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ബോക്സിൽ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക HW33 പ്ലസ് എന്ന് പറഞ്ഞ ഈ ഡിവൈസ് വന്നിട്ടുള്ള ബോക്സ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ കളറാണ്. മൂളത്തിനോട് 3 വാച്ച് ഫേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ കളറോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂ കളറാണ്. പിന്നെ അതുപോലെ വാച്ചിൻ്റെ ഒരു മോഡൽ നമ്പറോടെ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ. വേറെ ഈ ഒരു ബോക്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ചാർജറുണ്ട്, മോഡൽ നമ്പർ ഉണ്ട്, പിന്നെ വെയർഫിറ്റ് പ്രോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ മെയ്ഡ് ഇൻ ചൈന എന്നും ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് റോസ് ഗോൾഡാണ്. അപ്പോൾ ഈ ഒരു കളറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് രണ്ടും ബോക്സ് വന്നിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സാധാരണ നോർമൽ ഉള്ളതിൻ്റെ ഉള്ളിലുള്ള പോലെ തന്നെയാണ് ഇതിലും രണ്ട് ബോക്സിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നിട്ടുള്ളത്. ഇതൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത്. കാണാൻ സാധിക്കും, കണ്ടില്ലേ? നല്ലൊരു അടിപൊളി ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ 22 പ്ലസ് നോക്കുന്ന സമയത്ത് ഇത് റോസ് ഗോൾഡാണ്. ഈ ഒരു രീതിയിലാണ് രണ്ട് കളറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. റെഡ് ഉണ്ട്, പിന്നെ അതുപോലെ വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെ ഒരുപാട് കളേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ രണ്ട് ഡിവൈസിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. രണ്ടും സെയിം ഡിസൈൻ തന്നെ. ആപ്പിൾ വാച്ച് സീരീസിൻ്റെ കോപ്പിയാണ്. സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ മെയിൻ പവർ ബട്ടണ്, പിന്നെ ഒരു മൈക്ക്, അതുപോലെ തന്നെ ഒരു ക്രൗൺ ഉണ്ട്. ഈ സൈഡിലായിട്ടാണ് രണ്ടിനും സ്പീക്കർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ബാക്കിലുള്ള സെൻസർ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ രണ്ടിലും വന്നിട്ടുള്ളത് സിലിക്കോണിൻ്റെ സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. രണ്ടും എന്താ പറയുക അലൂമിനിയം ബോഡി തന്നെയാണ്. ഫ്രെയിമിലൊക്കെ നമ്മുടെ സ്ട്രാപ്പിൻ്റെ കളറോട് കൂടിയിട്ടുള്ളതാണ് രണ്ട് ഡിസൈനിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും IP67 ആണ് വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, രണ്ട് വാച്ചിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉള്ളിലുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ആദ്യം നമ്മൾ HW22 പ്ലസ്സിൽ എത്ര വാച്ച് ഫേസ് കാര്യങ്ങൾ ഏതൊക്കെ മോഡലാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഓക്കെ 18 വാച്ച് ഫേസ് നമുക്ക് ഈ HW22 പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലിൽ കമ്പനി ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ കഴിഞ്ഞ കൂടി ഇതിൻ്റെയൊക്കെ ഫുൾ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ട് വാച്ചിന് സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ കാർഡിലും കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ജസ്റ്റ് ഈ HW33 പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻറ്റിൻ്റെ വാച്ച് ഫേസ് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ടുള്ള HW33 പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുള്ള വാച്ച് ഫേസ് എന്ന് പറഞ്ഞാൽ 15 വാച്ച് ഫേസ് ആണ്. HW22 പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുള്ളത് 18 വാച്ച് ഫേസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലുള്ള മെനു സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ്, എത്രത്തോളം മെനു സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രൗൺ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത് നോർമൽ ആപ്പിൾ വാച്ചിൽ വരുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു മെനു സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒരു മെനു സ്റ്റൈൽ. ഇനി ഇതിൽ വേറെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ക്രൗൺ പിടിച്ചാൽ ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലോട്ട് ഒരു ലിസ്റ്റ് ടൈപ്പ് ആയിക്കാണ്ട് ഇത് വരും. ഇതാണ് ഇതിൽ രണ്ടാമത് വരുന്ന മെനു സ്റ്റൈൽ. പിന്നെ ഒന്നും കൂടി ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 9 apps മോഡിൽ നമുക്കിവിടെ വരും. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ
ഇങ്ങനെ 3 എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്പ് മെനു സ്റ്റൈൽ കാര്യങ്ങളാണ് HW33 പ്ലസ്സിലുള്ളത്. എന്നാൽ നമുക്കിനി HW22 പ്ലസ്സിൽ ഏതൊക്കെ ടൈപ്പാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ അതിൽ വന്ന പോലെ തന്നെ മെയിനായിട്ട് വരുന്ന നമ്മൾ എന്താ പറയുക ആപ്പിൾ വാച്ചിൻ്റെ സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ ഒരു മെനു സ്റ്റൈൽ തന്നെയാണ്. അതുകൂടാതെ ഒന്ന് ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു രണ്ടാമതൊരു മെനു സ്റ്റൈൽ കാര്യങ്ങൾ വരുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. വീണ്ടും ഒന്നും കൂടി ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പുതിയൊരു ലിസ്റ്റ് ടൈപ്പ് ആട്ടോ. ഇതൊരു പുതിയൊരു മോഡൽ മെനു സ്റ്റൈലാണ്. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പ് മെനു സ്റ്റൈൽ, രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനു സ്റ്റൈൽ കാര്യങ്ങളൊക്കെ. മെയിനായിട്ടുള്ള സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു മെനു മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി രണ്ടിലും വരുന്നത് 2 ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള മെനു സ്റ്റൈൽ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് HW33 പ്ലസും HW22 പ്ലസും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 mAh ഒരു മാറ്റമാണ്. അതായത് ഇതിൽ 200 mAh ബാറ്ററിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ HW33 പ്ലസ്സിൽ വരുന്നത് 190 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടും ട്രൂലി വയർലെസ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ ഉള്ളിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ രണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ കണ്ട രണ്ടും 2 ടൈപ്പിലാണ് വരുന്നത്. ഇത് W22 പ്ലസ്സിൽ വരുന്നത് ഒരു ആപ്പിൾ വാച്ച് ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്, ഒരു ആപ്പിൾ ഡിവൈസിൻ്റെ ഒരു രീതിയിലാണ് ഈ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ HW33 പ്ലസ്സിൽ വരുന്നത് സാധാരണ നോർമൽ ടൈപ്പായി കണ്ടുള്ള, പക്ഷേ രണ്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നീട് നമ്മളിതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൽ നമ്മളെ 33 പ്ലസ്സിൽ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കവിടെ വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെതും വന്നിട്ടുള്ളത് കണ്ടോ. പിന്നെ അടിയിൽ നിന്ന് താഴ്ന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ മെസ്സേജ് കാര്യങ്ങളാണ്. ഇതിലും ആ രീതി തന്നെയാണ് വന്നിട്ടുള്ളത്, മെസ്സേജ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ ഫംഗ്ഷനിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടുള്ള രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ HW22 പ്ലസ്സിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 320x355 എന്നാൽ HW33 പ്ലസിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 240x280 വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ 5.2 തന്നെയാണ് സെയിം. ആൻഡ്രോയിഡ് 5 മുതലും iOS 10 മുതലാണ് ഇത് രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ 2 ഡിവൈസും വന്നിട്ടുള്ളത് സെയിം 44mm ആപ്പിൾ വാച്ച് സീരീസിൻ്റെ കോപ്പി തന്നെയാണ്. ആ ഒരു സംഭവം തന്നെ, ആ ഒരു ഡിസൈൻ തന്നെയാണ് 2 വാച്ചും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ രണ്ടും ഒരേ കമ്പനിയാണ് എന്നുണ്ടെങ്കിലും രണ്ടും ഡിഫറെൻറ്റ് സീരീസാണ് വന്നിട്ടുള്ളത്. HW33 പ്ലസും HW22 പ്ലസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ 2 ഡിവൈസിലും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, വീഡിയോ മാക്സിമം മറ്റുള്ളവർ കൂടി ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ നിയാസ് മുണ്ടാക്കാട്ട് സൈനിങ് ഓഫ്. ബൈ.